ഇന്ന് മസാല ദോശയ്ക്ക് പറ്റിയ ഒരു പൊട്ടാറ്റോ മസാല, പിന്നെ ഒരു സ്പെഷ്യൽ ചമ്മന്തി. അപ്പോൾ അതിന് മസാല ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് തൊലി കളയാണ്ട് അങ്ങനെ തന്നെ നന്നായി കഴുകി കുക്കറിലിട്ട് വേവിച്ചു. എന്നിട്ട് അത് തണുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുത്ത് വയ്ക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുമ്പോൾ പിന്നെ അത് സിമ്മിലിട്ട് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റ് തൊട്ട് 10 മിനിറ്റ് അതിനുള്ളിൽ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും. പിന്നെ ഇത് മസാല ഉണ്ടാക്കാനായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ച് കുറച്ച് ഉഴുന്ന് പരിപ്പിടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഞാനിപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ടില്ല, പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നതാണ് നല്ലത്. പിന്നെ പച്ചമുളക് ഇടുക. അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് സബോള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കണം. കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചാൽ മതി. ഈ സമയത്ത് സബോളയൊക്കെ വഴറ്റുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം. എന്നിട്ട് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് ഈ സബോള ഒന്ന് തളർന്ന പോലെ ആവില്ലേ, ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. അപ്പോൾ ഈ മസാലയൊക്കെ എല്ലാതും കൂടെ ഒന്ന് മിക്സ് ആവും. കുറേ വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതിലേക്ക് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് ഇടുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലിടണം. എന്നിട്ട് അല്ലെങ്കിൽ വേഗം വെള്ളമൊക്കെ വറ്റിപ്പോയി ആകെ ഡ്രൈ ആയി പോകും മസാല. അങ്ങനെ ഉരുളക്കിഴങ്ങിട്ട് ഇളക്കി ഉപ്പൊക്കെ നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ നല്ല മസാല റെഡിയായിട്ടാ. ഈ മസാല നല്ല രസമുണ്ട്. മല്ലിയിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ. മല്ലിയിലയുടെ മണമൊക്കെ ഇഷ്ടമുള്ളവർക്ക്. ഞാൻ ഇട്ട് കൊടുക്കാറൊന്നുമില്ല. പിന്നെ അടുത്തതാണ് നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തി. ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ എന്നും വെള്ളച്ചട്നി, ചോപ്പ ചട്നി, തക്കാളി ചമ്മന്തിയൊക്കെയാണ് മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാറ്, ഉള്ളി ചമ്മന്തിയൊക്കെ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കോവയ്ക്ക കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി. കോവയ്ക്ക, പച്ചമാങ്ങ, പച്ചമുളക്, ഉള്ളി, നാളികേരം, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ എണ്ണ ചൂടാവുമ്പോൾ കോവയ്ക്ക നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും അരിയട്ടാ, കനം കുറച്ച് അരിഞ്ഞാൽ വേഗം വാടി കിട്ടുന്നു മാത്രം. ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തു. ഇപ്പോൾ വട്ടത്തിൽ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നീളത്തിൽ അരിയുമ്പോൾ വേഗം പണി കഴിയും. അങ്ങനെ അത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ കളറ് മാറി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ ചുളിഞ്ഞ് വരും. അതാണ് അതിൻ്റെ പാകം വാടുന്നതിൻ്റെ. ആ സമയത്ത് അത് കോരിയെടുക്കാം. അത് വാടിക്കഴിഞ്ഞാൽ അത് കോരിയെടുത്തിട്ട് ആ എണ്ണയിലേക്ക് നമ്മൾ ബാക്കിയുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ചുമന്നുള്ളി, പിന്നെ പച്ചമാങ്ങ. ഇത് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. ഞാൻ 3 പുളി എടുത്തു. നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ പുളിയുടെ അനുസരിച്ചിട്ട് മാങ്ങ ചേർത്താൽ മതി. കോൽപ്പുളിക്ക് പകരമാണ് ഞാൻ ഈ മാങ്ങ ചേർത്തിരിക്കുന്നത്. കോൽപ്പുളി മാങ്ങ ഇല്ലാത്തവർക്ക് ഈ സമയത്ത് കോൽപ്പുളി ഇട്ട് കൊടുക്കാം. കോൽപ്പുളി അവസാനമാകുമ്പോൾ ഒന്നിട്ട് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ മാങ്ങയുള്ളവർ മാങ്ങ, ഇപ്പോൾ മാങ്ങ നന്നായിട്ട് കിട്ടണതല്ലേ, അപ്പോൾ മാങ്ങയാണെങ്കിൽ മാങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ പിന്നെ കറിവേപ്പില ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അത് കോരി മാറ്റാം. ഈ പച്ചമുളകിൻ്റെയൊക്കെ അറിയാമല്ലോ, അതിൻ്റെ കളറൊക്കെ മാറി വരും നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ. ഇതൊക്കെ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അത് കോരി മാറ്റി കഴിഞ്ഞിട്ട് ആ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, പിന്നെ 1 ടീസ്പൂൺ എള്ള്. ഞാൻ കറുത്ത എള്ള ഇട്ടിക്കണേ, വെളുത്ത എള്ളായാലും കുഴപ്പമില്ല. അതിട്ടിട്ട് ഒന്ന് വഴിച്ച് സിമ്മിലിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ഈ പൊട്ടുകടലയുടെ ഒരു മണം വരില്ലേ മൂത്ത് കഴിയുമ്പോൾ, ആ സമയത്ത് അത് കോരി എടുത്തിട്ട് ഇതൊക്കെ കൂടി ഒരു പാത്രത്തിലിട്ട് തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് ആദ്യം ഈ വാട്ടിയെടുത്തത് അരച്ച് കഴിഞ്ഞിട്ടാണ് അതിലേക്ക് നാളികേരം അവസാനം ഇട്ട് കൊടുത്താൽ മതി. ഇത് അരയ്ക്കുമ്പോൾ വെള്ളം ചേർക്കണ്ട, ഒരു കട്ടി പോലെ ഇരിക്കണ്ട തിക്കായിട്ട്. കാരണം ഇതിലെ പൊട്ടുകടലയും കോവയ്ക്കും ഒക്കെ ഒരു കൊഴുപ്പ് കൂടിയ പോലത്തെയാണ്. അപ്പോൾ ഇത് സ്റ്റിക്കി പോലെ ഇങ്ങനെ തോന്നും. അരയാനായിട്ട് കുറച്ച് പാടുണ്ടാവും. വേണമെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഇട്ട് അരച്ചു കൊടുക്കാം. നാളികേരം ഒരു 1/2 കപ്പ് തൊട്ട് 1/4 കപ്പ് വരെ എടുക്കാം നാളികേരം, അത്ര നമുക്ക് ആവശ്യത്തിനുള്ളത്. അങ്ങനെ നാളികേരം ഇടാണ്ടും ഉണ്ടാക്കാം. പക്ഷെ നാളികേരം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വോളിയം കൂടും, കുറച്ചും കൂടെ ടേസ്റ്റും കൂടും. അങ്ങനെ ഇത് അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ വെള്ളം ചേർക്കണ്ട, തരുതരിപ്പായിട്ട് അരച്ചാൽ മതി. ഭയങ്കരമായിട്ട് പേസ്റ്റ് ഒന്നും ആവണ്ട. കാരണം ഇത് പേസ്റ്റ് ആവില്ല അത്, കാരണം ഇതെല്ലാതും കൂടി ഇട്ട് അരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മിക്സി ബ്ലേഡൊക്കെ കറങ്ങാൻ ഇത്തിരി പാടൊക്കെ തോന്നും കേട്ടോ.
കാരണം അതങ്ങനെ കട്ടിയിലിരിക്കണം. അതിൽ വെള്ളമൊക്കെ എല്ലാത്തിൻ്റെയും വെള്ളം പോയി. അതുകൊണ്ട് വെള്ളമില്ലല്ലോ അതുകൊണ്ട്. അങ്ങനെ ഈ ചമ്മന്തി നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് ദോശയ്ക്ക് മാത്രമല്ല ചോറിനും എടുക്കാം. നമ്മൾ സാധാരണ മസാല ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കി ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, മസാല ദോശ തിന്നു കഴിഞ്ഞാൽ പിന്നെ ചട്നി ബാക്കിയുള്ളത് കളയണം. പക്ഷേ ഇങ്ങനത്തെ ചമ്മന്തി ആണെങ്കിൽ മസാല ദോശ കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് എടുക്കാം, കഞ്ഞിക്ക് എടുക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, എല്ലാത്തിനും കഴിക്കാം. നല്ല ചമ്മന്തിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയും. ഒരു വെറൈറ്റി ചമ്മന്തി, പിന്നെ നല്ല ഹെൽത്തി ചമ്മന്തി. അപ്പോൾ ബൈ.